ഞാൻ വേറൊരു കാര്യം പറയാം. എന്തേലും പറയാന്ന് വിചാരിക്കുമ്പോ കണ്ടന്റ് വരുന്നില്ലല്ലോ, വായിലൊരു തേങ്ങയും വരുന്നില്ല. എന്ത് മാങ്ങയാണോ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ വാരി ഇടണം എന്ന് ആലോചിക്കും, എന്നും ആലോചിക്കും. പക്ഷെ ഒരു 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 സെറ്റപ്പ് വരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ഇത് പറയാനുള്ള. ഒന്നാമത് ഇതൊന്നും പറയാൻ സമയം കിട്ടുന്നില്ല. ഇപ്പൊ വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ ഇതിന് സമയമില്ല. പിന്നെ രാത്രിയായി, പിന്നെ രാവിലെ എണീറ്റ് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് കഴിയുമ്പോ പിന്നെയും പോയി സമയം. അപ്പൊ ഒന്നിനും സമയം കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് വീഡിയോ ഇട്ട് നിങ്ങളെയൊന്നും വെറുപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. ഞാൻ അതിൽ വളരെ വിഷമിക്കുന്നു. ഒരു ചെറിയ ആറ്റിറ്റ്യൂഡ് കുറവുണ്ട്. ഞാൻ ഇച്ചിരി ആറ്റിറ്റ്യൂഡ് വാരി കേട്ടോ. ഇങ്ങോട്ടെ കുറച്ച് ആറ്റിറ്റ്യൂഡിനെ കാണും. വാട്ടർമെലൺ ഫ്ലേവർ അതൊക്കെ ആറ്റിറ്റ്യൂഡായിട്ടുണ്ടാവും. ഇച്ചിരി കേട്ട് ആ ഒരു ഫ്രഷ്നെസ് പോയിട്ട് ഒരു ചൂയിങ് എഫക്റ്റ് വരട്ടെ. വരും നോക്കിയോ. അപ്പൊ ഞാൻ വർക്കിന് പോകാം. എന്തിനാ ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ എങ്ങനെ പോകണം. നമ്മുടെ സമയം ഇങ്ങനെ അങ്ങ് പോകും. ഭയങ്കര ശക്തം. ഇവിടുന്ന് സൂര്യനുണ്ടല്ലോ, ഒരുമാതിരി ചീഞ്ഞ സൂര്യനാണ്. കാര്യം പറഞ്ഞാൽ നല്ല രസമൊക്കെ, നല്ല വെട്ടമൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രസമൊക്കെ. പുറത്ത് ആംബിയൻസ് സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം കഴിക്കാൻ വേണ്ടി വണ്ടി ഓടിക്കാൻ പറ്റില്ല. വണ്ടി ഓടിക്കാനല്ല, അല്ലാതല്ല, ഇരിക്കുമ്പോൾ തന്നെ ആണ് നമ്മുടെ ഫ്രണ്ടില് സൂര്യൻ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണം. ഇങ്ങനെ കണ്ണിലേക്ക് അടിച്ചിട്ടുണ്ടല്ലോ, ഓ സീൻ തന്നെ, നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ സാധനവും ഒന്നും ഇല്ലാതെ വണ്ടി ഓടിക്കൽ വലിയ ടാസ്കാണ്. ഇപ്പൊ ഇവിടെ വിന്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അല്ലേ. ചുറ്റുംപുറമൊക്കെ ഇലയൊക്കെ കൊഴിഞ്ഞ് മരത്തിന്റെ കമ്പ് മാത്രമായിട്ട് ഇരിക്കുക. ഉള്ളി കമ്പ് കുറച്ചൊക്കെ അല്ല ബാക്കിയുണ്ട്. ഇത് കുറച്ച് എനിക്ക് തോന്നുന്ന അധികം വൈകാതെ തന്നെ അതും കൊഴിഞ്ഞു പോകും. ഇച്ചിരിക്കായി കഴിഞ്ഞുണ്ടല്ലോ ഇല ഉണ്ടാവൂല. ഇലയെല്ലാം പൊഴിഞ്ഞ് ഒരുമാതിരി ദുരന്താവസ്ഥയിലിരിക്കും. കണ്ട സൂര്യൻ ഭയങ്കരല്ല. ആ കാക്കറ്റ് നാട്ടിൽ സൂര്യനില്ല, രാജമനസ്സിൽ ദുഃഖമായിട്ട് ഇരുന്നിട്ട് ഈ സൂര്യൻ അവിടെയൊക്കെ പോകാൻ പാടില്ലേ. ഇങ്ങനെ വന്ന് നമ്മുടെ കണ്ണിലടിച്ചു തരണം. കണ്ട വാക്കുകൾ കിട്ടുന്നില്ല. തേങ്ങ ഒരാളോടെ ഉണ്ടായിരുന്നേ അവരുടെ അടുത്ത് എന്തെങ്കിലും കൊണയടിച്ചോണ്ടിരിക്കായിരുന്നു. ഇതിപ്പോ ഞാൻ സ്വന്തമായിട്ട് എന്നാ മാങ്ങ പറയാനാ, എനിക്കൊരു തേങ്ങ പറയാൻ പറ്റില്ല. കുറച്ചേരം നിങ്ങൾ എന്നെ കണ്ടോണ്ടിരിക്കല്ല, അപ്പൊ എന്ത് തേങ്ങ കാണിക്കാനാണ്. ഫ്രസ്ട്രേഷൻ കൊണ്ട, വേറൊന്നുമല്ല. സിഗ്നൽ ചാടിപ്പോട്ടെ. അയ്യോ സിഗ്നല് കട്ട് ചെയ്തു. വലിയ സീനില്ലാത്തോണ്ട് അങ്ങ് പോയി. വലിയ സീനൊന്നും ഉണ്ടായില്ല. ഇങ്ങനെയൊന്നും കട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ വലിയ സീനാണ്. ഇപ്പൊ പോലീസ് വല്ലതും ഉണ്ടായിരുന്നേ ഉണ്ടല്ലോ. അപ്പൊ സൈറൺ ഇട്ടാനെ നിർത്തിയിട്ട് എടുക്കണം എന്റെ ലൈസൻസ് എന്നുകൊണ്ട്. നീ ഇവിടെ നാല് ദിവസം നമുക്ക് അങ്ങനെ പറ്റിയതാണ്. നമ്മളിങ്ങനെ പോയപ്പോ ഇതേപോലെ തന്നെ മീൻസ് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചല്ല, ആ ഒരു ഓറഞ്ച് കത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി എടുത്തോണ്ട് പോകാൻ പോയി. പോയി കഴിഞ്ഞ് ഇപ്പൊ കറക്റ്റ് നമ്മുടെ പുറകില് പോലീസ്. അവനപ്പം തന്നെ വണ്ടി അലാറിട്ട് സൈറണിട്ട് നമ്മളാ സൈഡിൽ നിർത്തിച്ചിട്ട് പറഞ്ഞു പുള്ളി ഞാൻ ആദ്യമായിട്ടൊരു പോലീസുകാരനെ ഇങ്ങനെ കലിപ്പാവണാണ്. ഇവിടുത്തെ പോലീസ് ഭയങ്കര ശാന്തര. ഹലോ മീറ്റ് എന്നൊക്കെ പറഞ്ഞു വളരെ സമാധാനമായിട്ട് ഇരുന്നിട്ട് എടുക്കുക. ലൈസൻസ് ആൻഡ് രജിസ്ട്രേഷൻ അമേരിക്ക കേട്ടോ. ലൈസൻസ് എടുക്കാൻ പറയുമ്പോൾ രജിസ്ട്രേഷൻ ഒന്നും ചോദിക്കാറില്ല. എന്നെ ഇതൊരു നിർത്തിയായിട്ടുള്ളതുകൊണ്ട് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ സീറ്റിൽ സൈഡിൽ ഇരുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അങ്ങനെ നിർത്തിച്ച് പുള്ളി പറഞ്ഞിട്ട് നീ റെഡ് കട്ട് ചെയ്ത് പോയി എന്നൊക്കെ പറഞ്ഞു വൻ കലിപ്പ്. പുള്ളി കൊണ്ട് പറയാണ് നിനക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളന്ന് നമ്മുടെ കൂട്ടുകാരൻ അന്നേരം ഇന്റർനാഷണൽ ലൈസൻസ് ആയിരുന്നു. അപ്പൊ അവൻ അതെടുത്ത് കാണിച്ചു കൊടുത്തു. ഇതാണുള്ളത് നമ്മുടെ നാട്ടിലത്തെ സംഭവം. നമ്മുടെ നാട്ടിലെ ലൈസൻസിന്റെ ഒരു 1 ഇയറോടെ ഓടിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് അവൻ അത് ഓടിച്ചോണ്ടായിരുന്നു നടന്നുകൊണ്ട് അത് വെച്ച്. അപ്പൊ അതെടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോ പുള്ളിക്കാരൻ പറയണേ നീ നിന്റെ കൺട്രിയിൽ വണ്ടി ഓടിക്കുമ്പോൾ അല്ല ഇവിടെ ഓടിക്കുമ്പോൾ ഇവിടുത്തെ റൂൾസ് ഫോളോ ചെയ്യണം. നീ അത് ഫോളോ ചെയ്യണം. നീ റെഡ് കട്ട് ചെയ്തോണ്ട് നമ്മൾ റെഡ് കട്ട് ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ
ഇതാണ് പിന്നെ ഓറഞ്ചിലാണ് പോയത്. എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട്, എൻ്റെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ലൈസൻസ് മീൻസ് ഇവിടുത്തെ പോലീസുകാരുടെ എല്ലാവരുടെയും കയ്യിൽ ബോഡി ക്യാമറ ഉണ്ട്. എപ്പോഴും അവരുടെ ശരീരത്ത് ഒരു ക്യാമറ ഉണ്ടാവും. അപ്പോൾ എന്ത് വെള്ളി സംഭവിച്ചാലും എന്ത് തേങ്ങയാണെങ്കിലും അതിൻ്റെ അകത്ത് റെക്കോർഡർ ആയതുകൊണ്ട് ഉമ്മാർക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ പോലീസുകാർ തന്നെ അങ്ങനെ വലിയ അലമ്പൊന്നും കാണിക്കാത്ത, നമ്മുടെ നാട്ടിലെ പോലെ അലമ്പ് കാണിക്കാത്ത അതുകൊണ്ടായിരിക്കും. കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ ക്യാമറയിലെല്ലാം റെക്കോർഡാണ്. നമ്മൾ എന്തെങ്കിലും കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതും യുമാരുടെ അടുത്തേക്ക് വരും. കാരണം യുമാരുടെ അടുത്ത് വിളിച്ച് ഈ ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാലോ ഉമ്മാരെന്തെങ്കിലും ചെയ്തേക്കുന്നതിനുള്ള പ്രശ്നമാണോ എന്നുള്ളത്, ഉമ്മാരെന്തെങ്കിലും കാട്ടിയതാണോ അങ്ങനെയുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഉമ്മാരങ്ങനെ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഡീസൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്, അറിയത്തില്ല. പുള്ളിക്കാരൻ ക്യാമറയുടെ മുമ്പിലേക്കൊക്കെ ഇതൊക്കെ എടുത്ത് ലൈസൻസ് ഒക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പക്ഷെ ഇതെല്ലാം എടുത്തിട്ട് വന്നു. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഇന്ന് ഞാൻ ഇപ്പൊ ഒരു തിരക്ക് പിടിച്ചൊരു പരിപാടിക്ക് പോയി അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളന്ന് വെറുതെ വിട്ടു. ഇവിടെ അങ്ങനെ വെറുതെ വിടലൊന്നും ഇല്ല. ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ അയ്യോ സാറേ സാറേ ആ ഒരു അബദ്ധം പറ്റിയ സാറേ ഇനി സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പോലീസുകാരൻ എന്നാ ഈ പ്രാവശ്യത്തേക്ക് വെക്കോ, ഇനി ആവർത്തിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു വിടുന്ന പരിപാടി ഉണ്ടല്ലോ. അതൊന്നും ഇവിടെ ഇല്ലല്ലോ. ഇവിടെ എല്ലാ സീനും ഉമ്മാരെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചതാണ്. അതിന് വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. എന്ത് പറഞ്ഞിട്ടും ഉമ്മാര് മൈൻഡ് ആക്കൂല. ഉമ്മാർക്ക് ചെയ്യാനുള്ള പരിപാടി ഉമ്മാര് ചെയ്തിട്ടു. അപ്പൊ അങ്ങനെയൊക്കെ ഇൻസിഡന്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ഉണ്ടല്ലോ മറന്നു പോകും. അത് എനിക്ക് തോന്നണേ ഇന്നിപ്പോ രാവിലെ എൻ്റെ അടുത്ത് ഒരുത്തം പറഞ്ഞായിരുന്നു, നമ്മള് ഇൻഫർമേഷൻ ഓവർലോഡർ ആയിട്ടാണ്. കാരണം ഇൻഫർമേഷൻ ഓവർലോഡർ ആയി കഴിയുമ്പോൾ ഒരുപാട് കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ പറ്റാതെ സംഭവിക്കുന്നതാണെന്നാണ്. ഇപ്പം പോവുകയാണോ അതെ നിൽക്കുവാണോ? പോടേ, എനിക്ക് അപ്പുറത്തേക്ക് കിടക്കണം. ഓ അവന് അപ്പുറത്തേക്ക് സീനിലിട്ട് മാറി. എന്നാ പിന്നെ അവൻ പുറകെ നിന്നാ മതി മണ്ടൻ. ഞാനിപ്പോ ചവിട്ടി വെറുതെ അവനെ കയറ്റി വിട്ടിട്ട് ഞാൻ അവനെ ഓവർടേക്ക് ചെയ്ത് പോകേണ്ട അവസ്ഥയായി. ടോപ്പിക്കിൽ നിന്ന് മാറി ഒരു കാര്യം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ സാധിക്കുന്നില്ല. ഇതൊരു വലിയ തിരിച്ചടിയാവും. പിന്നെ കാറിലിരുന്ന് സംസാരിക്കുന്നത് സമയമില്ലാത്തോണ്ടോ എനിക്ക് ടൈം കിട്ടുന്നില്ല ഒതിയാൻ. ഇതിന്റെ ഇപ്പൊ എന്നെ സംഭവിക്കുന്നത് വെച്ചാൽ ഞാനിപ്പോ എടുത്ത വീഡിയോയിലുണ്ടല്ലോ, ഇപ്പൊ ഈ എടുത്തേക്കാൻ റെക്കോർഡ് ചെയ്ത് വെച്ചാണ് സാധനം. ഇത് ഞാൻ കട്ട് ചെയ്ത് വരുമ്പോ 1-2 മിനിറ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ സംസാരിക്കുന്ന അത്ര സമയമുള്ളൂ, കൂടുതൽ സമയത്തൊന്നും സംസാരിക്കുന്നില്ല. ഇതേപോലെ വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് ഇത്തിരി പാടാണ്. എല്ലാവരും വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല. ഇനി അതേപോലെ അത് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും കേട്ടോ. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷെ എനിക്ക് പറയാൻ അറിയത്തില്ല തന്നെ ഉള്ളൂ. ഇങ്ങനെ സംസാരിക്കാൻ അറിയാവുന്നവർക്ക് കുഴപ്പമില്ലായിരിക്കും. അതായത് ചുമ്മാ വളരാതെ എന്തെങ്കിലുമൊക്കെ പറയാൻ അറിയാവുന്നവർക്ക് കുഴപ്പമില്ലായിരിക്കും. കാരണം അവർക്ക് ഒരാളൊക്കെ ഉണ്ടെങ്കിൽ, എനിക്ക് ശരിക്കും ഒരാളുണ്ടെങ്കിൽ സംസാരിക്കാൻ സാധിക്കും. പരിചയമുള്ള ആളാണെങ്കിൽ അവനെ ഞാൻ തീർക്കും. ഞാൻ വർത്താനം പറഞ്ഞു ബസ് വന്നു, ഞാൻ ചവിട്ടേണ്ടി വന്നു. അടുത്ത ലോറി ഇങ്ങോട്ടല്ല, നമുക്കല്ല. പിന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് ഇതേപോലെ വീഡിയോ എടുക്കുന്നത് സേഫ് ആണോ എന്ന് ചോദിക്കും. ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിൽ നോക്കുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വീഡിയോയിൽ നോക്കുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തുമ്പോൾ മാത്രമേ ഞാൻ അവിടെ നോക്കണം. അല്ലാത്തപ്പോൾ ഞാൻ റോഡിലോട്ടോ നോക്കുന്നത്. ക്യാമറ ജസ്റ്റ് ഓപ്പൺ ആയിട്ട് വെച്ചേക്കുന്നുള്ളൂ. രാവിലെ വർക്ക് പ്ലേസ് എത്താറായി. ഈ പണിയെടുക്കണം, ജീവിതം. ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ സെല്ലിംഗ് ടൈമിൽ ജീവിച്ചുകൊണ്ടിരിക്കുക, ബൈയിങ് ടൈം ആയിട്ടില്ല.
നീ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളിപ്പോ വണ്ടിയുടെ പാർക്കിങ്ങിലെത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല എന്നുള്ളതാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്, പക്ഷെ കുറെ ദൂരെയാണ്. നമ്മൾ ഇവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് അങ്ങ് അപ്പുറം വരെ നടക്കണം. ഇവിടെ ഇതൊന്നും പാർക്കിങ് ഇവിടെ ഇടാം. ഇപ്പൊ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല, നല്ല ദൂരമുണ്ട്. എന്ത് ചെയ്യാനാ? എമ്മാടി എമ്മാടി ഉണ്ണാലെ ഞാൻ ടണിക്കേറി. പെർഫെക്റ്റ്. ഓക്കെ, യെസ്. ഒറ്റതി തന്നെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. നോട്ട് ഇത് കറക്റ്റ് വരയ്ക്കാത്തന്നെ പറയുന്നത്. യെസ്, വരയ്ക്കാത്ത പെർഫെക്റ്റ് ആണ്. ഗിയറിന് ട്രാക്കില്ല, വണ്ടി ഓഫ് ചെയ്ത് പോയി. എന്ത് ചെയ്യാൻ പറ്റും? വാട്ട്സ് ദ ടൈം നൗ? ഇപ്പൊ സമയം എന്തായി? I don't know the time. Let me check. ഇതല്ല ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വലിക്കണം. ഇത് സമയമില്ല ഈ നാട്ടില്. ഇങ്ങോട്ട് പാടാ. ഇത് വരത്തില്ല. സമയം ഇപ്പൊ 1:40. വർക്കിന് കയറണം 2 മണിയാകുമ്പോ കയറണം. 1:40. നീ 10-20 മിനിറ്റോടെ ഉണ്ട്. 10 മിനിറ്റ് എന്തായാലും അകത്ത് പോയി റെഡിയായി വർക്കിന് കയറാനുള്ള മൈൻഡ് സെറ്റ് ചെയ്യുമ്പോഴേക്കും ആവും. പിന്നെ ഒരു 10 മിനിറ്റ് നമ്മൾ നോർമലി ഇതേപോലെ പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് നേരം മെയിലൊക്കെ കൊള്ളും. കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കാണും. അവരുടെ കണ്ടിട്ട് രണ്ട് ഊക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മള് അങ്ങനെയാണല്ലോ, പിള്ളേര് കൂടി കഴിഞ്ഞ് അങ്ങനെയാണല്ലോ. എന്നും പറഞ്ഞ അങ്ങോട്ട് ഇങ്ങോട്ട് 2 കളിയാക്കല് അങ്ങനെ പറഞ്ഞ് അങ്ങ് ഒഴിവാക്കും. കഴിഞ്ഞു. അപ്പൊ ശരി, വർക്കിന് പോട്ടെ. You guys enjoy.